നമസ്കാരം, ഞാൻ പ്രദീപ് വൈക. ഞങ്ങൾ ഇന്നത്തെ വർക്ക് നടക്കുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് നെടുമങ്ങാട് പുത്തമ്പാലം എന്ന സ്ഥലത്താണ്. നമുക്ക് ആദ്യം കസ്റ്റമർ ഒന്ന് പരിചയപ്പെടാം. സാർ നമസ്കാരം. അറിയാം, നമ്മൾ പരിചയപ്പെടുത്തണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് സാർ ഈ സോളാർ വയ്ക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തൊരു കാര്യം എന്താണ്? തീരുമാനം എടുത്തതെന്ന് പറയുന്നത് അമിതമായ കറണ്ടിന്റെ ചാർജ് നമുക്ക് വരുന്നുണ്ട്. 2000 രൂപ കറണ്ട് ബില്ലേ വരുന്നുള്ളൂ. 2000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. 2500, 2800, ചില സമയങ്ങളിൽ 3000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സാറിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഉപയോഗം എന്താണ്? ഫ്യൂച്ചറിലേക്കുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഗ്യാസിന്റെ അമിതമായ വില. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക്കലിലേക്ക് പോവാം എന്നുള്ളതുകൊണ്ട് ഇലക്ട്രിക് സ്റ്റൗവിലേക്ക് പോവാം. ഇലക്ട്രിക് കാറോ അങ്ങനെ കാർ എനിക്ക് ഭാവിയിൽ എടുക്കുന്നുണ്ട്. കാര്യം ഇപ്പം തന്നെ വാഹനമുണ്ട്, അതിൽ ഡീസലൊക്കെ അടിച്ച് പോകുന്ന കാര്യം വളരെ ചാർജ് എമൗണ്ട് ആയതുകൊണ്ട് നമ്മളിവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് 5 കിലോവാട്ട് ആണ് ഞാൻ നമ്മൾ 5 കിലോവാട്ടിന്റെ സിംഗിൾ ഫേസ് സിസ്റ്റമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്കിയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയും ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള എല്ലാ വീഡിയോസ് എല്ലാം ഞങ്ങൾ ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 2000 രൂപ കറണ്ട് ബില്ലുള്ള ആൾക്കാരും സോളാർ വയ്ക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇലക്ട്രിക് സ്റ്റൗവിലേക്കും EVയിലേക്കും മാറുമ്പോൾ നമുക്കിതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് മനസ്സിലാവും. വേറൊരു ടാസ്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ചെയ്ത വർക്കിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സാറിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പുത്തമ്പാലമാണ്. നമ്മുടെ നെടുമങ്ങാട് കഴിഞ്ഞ് പഴകുറ്റി പുത്തമ്പാലം എന്ന സ്ഥലത്താണ് വീട്. സാറിൻ്റെ മോനായിട്ടുള്ള സാറിൻ്റെ പേര് ജീവൻ എന്നാണ്. സാറ് ബാക്കി കാര്യം നമ്മളെ വർക്കിനെ കുറിച്ച് സാറിനൊരു പറയും. ആദ്യം ഇവിടെ വന്ന് നമ്മൾ സൈറ്റ് കണ്ടപ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം സ്ട്രക്ചർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് ചെയ്യാം, വേറെ ഇഷ്യൂ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി എന്ന് പറയുന്നത് ഒരു ഇറക്കം, അതായത് നമ്മുടെ ഒരു സ്ലോപ്പിലേക്കാണ് ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ വീടിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ പാനൽ വയ്ക്കുന്ന സൗത്ത് സൈഡിലോട്ടാണ്. അപ്പോൾ സൗത്ത് സൈഡിൽ നമ്മൾ വരുമ്പം ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ വടക്ക് സൈഡിൽ ഷെയ്ഡ് പ്രശ്നമില്ല, ബാക്കി 2 സൈഡിലും ഷെയ്ഡ് ചെയ്യാൻ ഇത്ര ഏരിയ ഉള്ളൂ. ഈ ഏരിയക്കകത്ത് കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം നമ്മളിവിടെ വന്ന് കണ്ടപ്പം കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് വർക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വർക്ക് വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മളെ റേറ്റ് വെച്ച് നോക്കിയാലും നമുക്ക് ഉള്ളിലൊതുങ്ങുന്ന പരിമിതിയിൽ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കയറി ക്ലീൻ ആക്കാനും നമുക്ക് സ്വയമായിട്ടും പെട്ടെന്ന് പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ചെയ്യുന്നത്, നമുക്ക് ഇതിനകത്തൂടെ കയറി പാനലുകളെല്ലാം കയറി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഇത് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്തേക്കുന്ന 5 കിലോവാട്ടിൻ്റെ സിംഗിൾ ഫേസ് സിസ്റ്റമാണ്. മൊത്തം 9 പാനലാണ്. ഈ 9 പാനലിലേക്ക് നമ്മൾ കയറി പോകാനായിട്ട് പാത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിൽ കൂടെ തന്നെ കയറി പോകാനായിട്ട്, അതായത് വാട്ടർ ടാങ്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിലോട്ട് കൊണ്ടുവരേണ്ടി വന്നത്.